പൊളിച്ചു. ക്ലാസിക് ക്രിമിനലിന്റെ തിരിച്ചുവരവ്. ജോർജ് കുട്ടിയായിട്ട് ലാലേട്ടൻ തകർത്തു. പടം ഒരു രക്ഷയില്ല, അടിപൊളി, വേറെ ലെവലായി പടം. മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ പതിറ്റാണ്ടുകളായി പത്തരമാറ്റോടെ തിളങ്ങുന്ന മലയാളത്തിന്റെ ജന്മപുണ്യം പ്രിയപ്പെട്ട മോഹൻലാൽ. ഇന്ന് ലാലേട്ടന്റെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഈ ദിനം മോഹൻലാൽ ആരാധകർക്ക് ഇരട്ടി സന്തോഷത്തിന്റെ ദിനമാണ്. വലിയ ഒരു ഇടവേളയ്ക്കിപ്പുറം ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരന്റെ 3ാം വരവ്, കാത്തിരിപ്പിനൊടുവിൽ ദൃശ്യം 3 പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ ഈ ഒരു സിനിമയെ എങ്ങനെ സ്വീകരിച്ചു? സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. എങ്ങനെയുണ്ട് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരന്റെ 3ാം വരവ്? ഗംഭീരമാക്കിയോ? പൊളിച്ചു. ക്ലാസിക് ക്രിമിനലിന്റെ തിരിച്ചുവരവ്. ജോർജ് കുട്ടിയായിട്ട് ലാലേട്ടൻ തകർത്തു. ദൃശ്യം 1ഉം 2ഉം പോലെ 3ഉം തൂക്കി. പടം എല്ലാരും ഫാമിലി ആയിട്ട് വന്ന് കാണാം. ഇഡിലം പടമാണ്. ഈ പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ എല്ലാ സാധനവും പടത്തിലുണ്ട്. നല്ലൊരു പടമാണ്. എന്താ പറയുക, നമുക്ക് ഫാൻസിനും എല്ലാവർക്കും കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും നല്ല ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു അടിപൊളി പടമാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് തന്നെ കാണുക. പടം ഒരു രക്ഷയില്ല, അടിപൊളി. ഡബിൾ തൂക്കല്ലേ, ട്രിപ്പിൾ തൂക്കി. പടം അടിപൊളിയാണ്, എല്ലാരും കാണണം. പടം അടിപൊളിയാണ്, എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പടമാണ്. അതായത് പടം വേറെ ലെവലാണ്. നമ്മൾ ഒരു ചെറുതായിട്ട് പ്രതീക്ഷ വെച്ചിരുന്നു, പക്ഷെ അതിന്റെ മുകളിൽ കിട്ടിയെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ ലെവല് എത്രത്തോളം നമ്മൾക്ക് ഒരു നിശ്ചിതമായിട്ടൊരു ഊഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെയൊക്കെ 10 മടങ്ങ് മുകളിൽ പോയി എന്നേ പറയാനുള്ളൂ. ഒന്നും പറയാനല്ല, എന്ത് പറയാൻ, അത്രയും വേറെ ലെവലായി പടം. പടം എന്താ അടിപൊളിയാണ്. ഒരു തന്നെ ഏകദേശം ഒരു 50 കോടി അതിന്റെ ഒക്കെ മുകളില് ഞങ്ങൾ തൂക്കും. ലാലേട്ടം അതിഗംഭീരം. എല്ലാ പ്രാവശ്യത്തെ പോലെ ജിത്തു ജോസഫ് ഞെട്ടിച്ചിട്ടുണ്ട്. പുള്ളി പറയുന്ന പോലെ എമോഷണൽ സൈഡ്, ലാലേട്ടന്റെ എമോഷണൽ സൈഡ്, അതായത് ജോർജ് കുട്ടിയുടെ എമോഷണൽ സൈഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. പ്രേക്ഷകര് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യാത്ത ലാലേട്ടന്റെ ഒരു ഇമോഷണൽ സൈഡ് ഭയങ്കരമായിട്ട് ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഒരു ജിത്തു ജോസഫ് പടത്തിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അത് നമുക്ക് തരുന്നുണ്ട്. നല്ല സിനിമയാണ്. എല്ലാവരും കാണുന്ന, നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ദൃശ്യം 1, 2 അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു പാർട്ടാണ്. അപ്പോൾ എത്ര പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്, അത്രയും നമുക്ക് മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഒരു സന്തോഷം എന്താ വെച്ചാൽ, മോഹൻലാലിന്റെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന അവരുടെ പിറന്നാൾ കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുള്ളൊരു ദിനം കൂടിയാണ്. ആ സമയത്ത് തന്നെ ദൃശ്യം 3ാം ഭാഗം റിലീസാവുന്ന ദിവസം അത് വളരെ മനോഹരമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം പ്രേക്ഷകരായ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സിനിമ അടിപൊളി, ലാലേട്ടൻ തൂക്കി. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോർജ് കുട്ടിയുടെ ഒരു ഇമോഷണൽ സ്റ്റേജാണ് ഫുള്ള് കൊണ്ടുപോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്താന്ന് വെച്ചാല് അത് കുടുംബ പ്രേക്ഷകർക്ക് എന്താ പറയാ, ഒരു കിടിലൻ ഇമ്പാക്ട് വരുത്തുന്ന ഒരു തന്നെയായിട്ട്. ലാലേട്ടന്റെ കട്ട ആരാധകരെല്ലാം പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഗംഭീരമായി ജന്മദിനം ആഘോഷിക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഒരു ആശംസ അറിയിച്ചാലോ? ലോകമെമ്പാടുമുള്ള ലാലേട്ടൻ ആരാധകർക്ക് ഈ ദിനം വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ചെത്തിയ സന്തോഷമാണ്. ഈ ഒരു ജന്മദിനത്തിൽ ലാലേട്ടൻ സിനിമ തൂക്കിയതിന്റെ സന്തോഷത്തോടു കൂടെ മനോഹരമായ സന്തോഷ നിമിഷങ്ങളോടെ പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ.
25 years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.